ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. മുത്തശ്ശി മനീഷിൻ്റെ അടുത്ത് പറയാണ്, നിന്നോട് അന്നേരെ പറഞ്ഞില്ലേ ആവശ്യമില്ലാതെ അവളുടെ ജീവിതത്തിലേക്ക് വരരുത് എന്ന്. അപ്പോൾ മേഘയുടെ മകൾ പ്രിയ പറയാണ്, മുത്തശ്ശി ഒന്നും മിണ്ടാതിരുന്നേ, അമ്മയെ ഒന്ന് കാണാനല്ലേ വന്നിനെ, വാ നമുക്ക് പോകാം. പ്രിയ നേരെ മേഘയുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് മനീഷിനെ. മുത്തശ്ശി അതുകൊണ്ട് ദേഷ്യത്തോടെ പറയാണ്, മുട്ടയിൽ നിന്നും വിരിഞ്ഞില്ല, അതിനു മുമ്പേ അച്ഛനുമായി ബന്ധം സ്ഥാപിക്കുന്നു. ചെല്ല് ചെല്ല്, മേഘയുടെ അടുത്ത് നിന്ന് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോ. പ്രിയ പകുതിക്ക് വെച്ചിട്ട് പറയാണ്, മുത്തശ്ശി പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട അച്ഛാ. മനീഷ് കോരിത്തരിച്ചു പോയി. എന്നിട്ട് മനീഷ് ചോദിക്കുകയാണ്, പ്രിയ നീ ഇപ്പം എന്താ വിളിച്ചേ? അച്ഛാന്ന്. ഞാൻ അച്ഛാന്ന് വിളിച്ചു. അത് കേട്ട് മനീഷ് മുട്ടുകുത്തി താഴെ ഇരുന്നിട്ട് പ്രിയയെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. മനീഷ് എന്നിട്ട് പറയാണ്, ഇപ്പോഴാ എനിക്ക് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. നീ എന്നെ അച്ഛ എന്ന് വിളിക്കില്ലെന്ന് ഓർത്ത് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു മോളെ. നീ നിന്റെ അമ്മ പറയുന്നത് കേട്ട് എന്നെ വെറുത്ത് വേണ്ട എന്ന് വെക്കുന്ന ഞാൻ കരുതിയേ. പക്ഷേ നീ എന്നെ അച്ഛനായി സ്വീകരിച്ചല്ലോ. എനിക്കത് മതി മോളെ. പ്രിയയും തിരിച്ചു പറയാണ്, എനിക്ക് അച്ഛനെയും വലിയ ഇഷ്ടമാണ്. ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇനി മുതൽ ഞാൻ അച്ഛ എന്നേ വിളിക്കൂ. മനീഷിന് അതുകൂടി ആയപ്പോൾ അതിലേറെ സന്തോഷം തോന്നി. പ്രിയയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയാണ്. പ്രിയയും അതുപോലെ തന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ശരി വാ നമുക്ക് പോയി അമ്മയെ കാണാം. ശരി മോളെ. പനി പിടിച്ച് തളർന്നു കിടക്കുന്ന മേഘയുടെ അടുത്ത് പോയിട്ട് പ്രിയ പറയാണ്, അമ്മേ ഇതാ നോക്കിയേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. മേഘ അത് കേട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ കാണുന്നത് മനീഷിനെയാണ്. മനീഷിനെ കണ്ടതും ദേഷ്യത്തോടെ പ്രിയ ഞെട്ടിത്തുള്ളി എണീക്കാണ്. എന്നിട്ട് മേഘ ചോദിക്കുകയാണ്, നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നീ വേഗം ഇവിടുന്ന് പോ. മേഘ നിനക്ക് സുഖമില്ല എന്നറിഞ്ഞു, അതാ ഞാൻ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. മേഘ ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് പറയാണ്, നീ കാരണമാണ് ഞാൻ സുഖമില്ലാതായത്. ദയവ് ചെയ്ത് എൻ്റെ മുഖത്ത് പോലും നോക്കരുത്. എൻ്റെ കണ്ണുമുന്നിൽ നിന്ന് പോ. എന്തിനാ മേഘ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിൻ്റെ ഒപ്പം ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നീ എന്തിനാ ഇങ്ങനെ വെറുക്കുന്നതെന്നെ? നിന്നെയും പ്രിയയെയും ഞാൻ ഒരു കുറവ് പോലും ഇല്ലാതെ നോക്കിക്കോളാം. അപ്പം മേഘ പറയാണ്, എനിക്കും എൻ്റെ മോൾക്കും ഇപ്പോൾ യാതൊരു കുറവുമില്ല. നീ വന്ന് എൻ്റെ കുറവൊന്നും തീർക്കണ്ട. വേഗം നീ ഇവിടെ നിന്ന് പുറത്തു പോ. നിനക്ക് സുഖമില്ലാത്താവുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? ശരി വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എൻ്റെ ശരീരം നോക്കാം എനിക്കറിയാം. ആദ്യം നീ ഇവിടുന്ന് പോകാൻ നോക്ക്. മനുഷ്യ സങ്കടത്തോടെ വിളിക്കുകയാണ് മേഘ. അപ്പോൾ മേഘ ദേഷ്യത്തിൽ, മുത്തശ്ശി വരുന്നു മോളെ. എന്താ മേഘ? മുത്തശ്ശി എന്തിനാ മുത്തശ്ശി ഇവരൊക്കെ ഇങ്ങനെ വീട്ടിൻ്റെ അകത്തേക്ക് വിടുന്നത്? ആദ്യം ഇവരോട് പുറത്തു പോകാൻ പറയും. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മേഘയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലാന്ന്. ആദ്യം നീ ഇതൊക്കെ എടുത്തോട്ട് പുറത്തോട്ട് പോ. അതെ, നിങ്ങൾ പ്രായത്തിൽ മൂത്തവരല്ലേ. നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളോട് ഒരുമിപ്പിക്കാം എന്ന് പറയാന്നല്ലാതെ ഞങ്ങളെ തമ്മിൽ പിരിക്കാനായി മുന്നിട്ട് നിൽക്കുകയാണല്ലോ. അവളോ മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. നിങ്ങളെങ്കിലും അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. നിങ്ങൾ അവൾക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക്. അപ്പോൾ മേഘ പറയണം, ദേ നോക്ക് മനീഷ്, ഞാൻ നിൻ്റെ കൂടെ ജീവിക്കില്ലെന്ന് പലതവണ ഉറപ്പിച്ച് പറഞ്ഞതാണ്. വീണ്ടും എന്നെ നീ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് മേഘ പറയാം, മുത്തശ്ശി വേഗം പോലീസിനെ വിളിക്ക്. മനീഷിൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേഘ പറയാണ്, ഇതൊന്നും ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. ശരി, എല്ലാം എടുത്തുകൊണ്ട് വേഗം പോയിക്കോ. മുത്തശ്ശിയും പറയാണ്, മേഘ പറഞ്ഞത് കേട്ടില്ലേ, എല്ലാം എടുത്തുകൊണ്ട് പോ. മേഘ വലിച്ചു ചാടിയ ഫ്രൂട്ട്സ് മനീഷ് പെറുക്കി സഞ്ചിയിലിടുകയാണ്. അപ്പോൾ പ്രിയയും സഹായിക്കുകയാണ്. അതിൽ നിന്നും ഓരോന്നും എടുത്ത് മനീഷിൻ്റെ സഞ്ചിയിലിട്ട് കൊടുക്കുകയാണ്. പാവം മനീഷ് അതും പെറുക്കിയിട്ട് പോയി. പക്ഷേ പ്രിയ മനീഷിനെ തന്നെ നോക്കുകയാണ്. മനീഷ് പിന്നെ വണ്ടിയിൽ കയറിയിട്ട് പോയി. അപ്പോൾ പ്രിയ അകത്ത് നിന്ന് വിളിക്കുകയാണ്, അമ്മേ, അച്ഛനോട് എന്തിനാ അമ്മേ ഇങ്ങനെ ദേഷ്യപ്പെട്ടത്? അച്ഛൻ പാവം അമ്മേ, നല്ല ആളല്ലേ അമ്മേ. കണ്ടില്ലേ മേഘ, നീയാണെങ്കിൽ അവനെ വേണ്ട എന്ന് പറയുന്നു, എന്നാൽ ഇവളോ അവനെ അച്ഛാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ, എനിക്ക് പനി വന്നത് മനീഷ് എങ്ങനെ അറിഞ്ഞത്? ഞാനാ ഫോണിൽ പറഞ്ഞതമ്മേ. അപ്പോഴേക്കും മേഘയുടെ അടി പ്രിയയുടെ കവിളത്ത് വീണിരുന്നു. എന്താ, നീയാണെന്ന് പറഞ്ഞതെന്നോ? അതെ അമ്മേ, ഞാൻ പറഞ്ഞത് വന്ന അമ്മയെ കാണാൻ പറഞ്ഞു. ഇനി എപ്പോഴെങ്കിലും നീ ഇങ്ങനെ അധിക പ്രസംഗം കാണിച്ചാലുണ്ടല്ലോ ശരിയാക്കും നിന്നെ ഞാൻ. ഇനിമേലിൽ നീ അയാളെ അച്ഛ എന്ന് വിളിച്ചാലുണ്ടല്ലോ സ്വന്തം മകളാണെന്ന് പോലും ഞാൻ നോക്കില്ല. ഒക്കെ പറഞ്ഞതിന് ശേഷം 3 പേരും 3 വഴിക്ക് പോയി. മുത്തശ്ശി പറയാണ്, ഈ പ്രായത്തിൽ തന്നെ എത്ര അഹങ്കാരം നിനക്ക്.
മുത്തശ്ശി, ഇനി ഒരു തവണ കൂടി മനീഷ് ഈ വീട്ടിൽ കാലെടുത്ത് വെക്കാൻ പാടില്ല. അഥവാ വന്നാൽ ഉടനെ പോലീസിന് ഫോൺ ചെയ്താൽ മതി. അകത്തുള്ളതിനെ പിടിച്ച് പുറത്താക്കണം. പ്രിയ ആ സങ്കടത്തോടെ സീറ്റോട്ടിൽ വന്നിരുന്ന് കരയാണ്. അപ്പോഴാണ് മുത്തശ്ശൻ അതുവഴി വരുന്നത്. മുത്തശ്ശൻ വരുമ്പോൾ കാണുന്നത് പ്രിയ കരയാണ്. മുത്തശ്ശന് വിഷമം തോന്നി. എന്നിട്ട് മുത്തശ്ശൻ അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ മോള് കരയുന്നത്? AC കാറിൽ പോയിട്ട് പട്ടുമെത്തയിൽ കിടന്നാൽ മാത്രം സന്തോഷം കിട്ടും എന്ന് ആരും കരുതണ്ട. അത് ഞാനും മനസ്സിലാക്കുന്നു, ലക്ഷ്മി പറയാം. അത് കേട്ട് മഹേന്ദ്ര സാർ ചിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ വീട്ടിൻ്റെ വാതുക്കൽ ഒരാൾ വന്നത്, ഒരു സന്യാസി വന്നത്. എന്നിട്ട് പുറത്ത് നിന്ന് വിളിക്കുകയാണ്, സാർ. വീണ്ടും വിളിക്കുകയാണ്, സാർ. അപ്പം മഹേന്ദ്ര സാർ പറയാണ്, ആരാണത്? ആ, സ്വാമിയോ? വരൂ, അകത്തേക്ക് വരൂ. വരൂ സ്വാമി, അകത്തേക്ക് വരൂ. സ്വാമി അകത്തേക്ക് കയറിപ്പോയി. ഇരിക്കൂ സ്വാമി എന്ന് പറഞ്ഞൊരു പാവിരിച്ചു കൊടുക്കുകയാണ്. ഇരിക്കൂ സ്വാമി. അതേപോലെ തന്നെ ലക്ഷ്മി പറയാണ്, വരൂ സ്വാമി, ഇരിക്കൂ. നമസ്കാരം. ലക്ഷ്മിയോട് കുടിക്കാനെടുക്കാൻ വേണ്ടി പറയാണ് മഹേന്ദ്ര സാറ്. അപ്പോൾ സ്വാമി പറയാണ്, നിങ്ങൾ എങ്ങനെ കഴിഞ്ഞവരാണ്? ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു. ആരയില്ല സ്വാമി, ഇപ്പം നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങളെയെല്ലാം നല്ല മനസ്സിന് നിങ്ങൾക്ക് എപ്പോഴും നന്മയേ ഉണ്ടാവും. മറന്നുപോയി, എന്താ സ്വാമി കഴിക്കാനെടുക്കേണ്ടത്? ഒന്നും വേണ്ട, കുറച്ചെന്തെങ്കിലും എടുത്തിട്ട് വരൂ ലക്ഷ്മി. ഇപ്പം കൊണ്ടുവരാം. ലക്ഷ്മി പോയി ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും ജാതകം എടുത്തിട്ട് വരും. ശരി ഏട്ടാ. ഇതാ സ്വാമി ജാതകം. നിങ്ങൾ ഇരിക്കൂ. സ്വാമിയുടെ മുഖം പെട്ടെന്ന് മാറി. അപ്പോൾ മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്, എന്താ സ്വാമിയുടെ മുഖം പെട്ടെന്ന് മാറിയത്? ജാതകത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പറയാം. ചന്ദ്രികയുടെ മകളുടെ ജാതകം ഉണ്ടെങ്കിൽ തരൂ. ലക്ഷ്മി മലരിൻ്റെ ജാതകം എടുത്തിട്ട് വരൂ. എടുത്തിട്ട് വരാം. ഏട്ടാ. ഇതാ സ്വാമി. എന്താ സ്വാമി വല്ലാതിരിക്കുന്നത്? അപ്പോൾ മഹേന്ദ്ര സാറിനെ ചോദിക്കുകയാണ്, എന്താ സ്വാമി, ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും ജാതകത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ? പൊരുത്തമൊക്കെ ഉണ്ട്, പക്ഷേ സ്വാമി എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. പറയാൻ തന്നെ എനിക്ക് പ്രയാസം തോന്നുന്നു, അതാ ഞാൻ പറയാത്തത്. പറഞ്ഞോളൂ സ്വാമി, സാരമില്ല. അപ്പോൾ സ്വാമി പറയാണ്, സിദ്ധാർത്ഥും ചന്ദ്രികയും തമ്മിലുള്ള വിവാഹം നടന്നാൽ ചന്ദ്രികയുടെ മകളുടെ ജീവന് വലിയ ആപത്താണ്. അപ്പടനെ ലക്ഷ്മി ചോദിക്കുകയാണ്, സ്വാമി എന്തായി പറയുന്നേ? 2 ജാതകവും ഒന്നായാൽ ചന്ദ്രികയുടെ കുഞ്ഞു ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ജാതകം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. സ്വാമി, ഇതിന് പരിഹാരമൊന്നുമില്ലേ? എനിക്കറിയാവുന്നിടത്തോളം ഈ ജാതകത്തിന് പരിഹാരമേ ഇല്ല. നിങ്ങൾ ഇവർ 2 പേരെയും വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ജാതകം ഏത് ജ്യോത്സ്യന്മാരുടെ കയ്യിൽ കൊടുത്താലും അവരും ഇങ്ങനെയേ പറയൂ. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ സിദ്ധു? അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സ്വാമി എണീക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, സ്വാമി 1 മിനിറ്റ്. ഇതാ സ്വാമി, ഇതിരിക്കട്ടെ. നല്ല കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് സന്തോഷത്തോടെ വാങ്ങുവേന്. സാരമില്ല, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് സന്യാസി, അതായത് സ്വാമി പോയി. ചന്ദ്രികയുടെ അച്ഛനും അമ്മയ്ക്കും വിഷമായി. എന്നിട്ട് അമ്മ പറയാണ്, എന്താ ഏട്ടാ ജ്യോത്സ്യർ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോകുന്നത്? മഹേന്ദ്ര സാറും പറയാണ്, എനിക്ക് എന്ത് പറയണം എന്നറിയില്ല ലക്ഷ്മി. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല ജ്യോത്സ്യനെ കൂടി കാണാം. ദൈവം എന്തിനാ നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് എനിക്ക് തീരെ അറിയില്ല. ലക്ഷ്മി, നല്ലതേ നടക്കൂ എന്ന് മനസ്സിലാക്കുക, നീ വിഷമിക്കാതിരിക്കുക. മേഘ അയച്ച ജ്യോത്സ്യരായിരുന്നു അത്. അപ്പോൾ മേഘയുടെ അടുത്ത് ജ്യോത്സ്യർ വന്നു. അപ്പോൾ ജ്യോത്സ്യർ പറയാണ്, വരൂ മേഡം. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, എന്താ ജ്യോത്സ്യർ? ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞോ? അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മേഘ ബാഗിൽ നിന്നും കുറച്ച് കാശ് കെട്ടെടുത്തിട്ട് ജ്യോത്സ്യർക്ക് കൊടുത്തു. എന്നിട്ട് പറയാം, എന്താ ഇത് വെച്ചോ. സ്വാമി പറഞ്ഞത് അവർ വിശ്വസിച്ചോ? നിങ്ങളിനി ഏത് ജ്യോത്സ്യരെ പോയി കണ്ടാലും അവർ ഇത് തന്നെ പറയൂ എന്ന് പറഞ്ഞു. ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. അവർ അടുത്തതായി ഇനി ഏത് ജ്യോത്സ്യരെയാണ് കാണാൻ പോകുന്നതെന്ന് സ്വാമി കണ്ടുപിടിച്ച് പറയണം. ആ ജ്യോത്സ്യരെ കൊണ്ടും ഇതേ കാര്യം തന്നെ പറയിപ്പിക്കണം. സ്വാമി ഇതുകൂടി വെച്ചോളൂ എന്ന് പറഞ്ഞ് മേഘ കുറച്ചുകൂടി പൈസ കൊടുക്കുകയാണ്. അവരിനി ഏത് ജ്യോത്സ്യരെ പോയി കണ്ടാലും സ്വാമി പറഞ്ഞ കാര്യം തന്നെ പറയണം. എന്നാൽ പണത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. ശരി മേഡം. സിദ്ധാർത്ഥും ചന്ദ്രികയും തമ്മിൽ ഇനി വിവാഹം കഴിപ്പിക്കണം എന്നുള്ള ചിന്തയെ അവർക്കുണ്ടാവരുത്. അങ്ങനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ ചന്ദ്രികയുടെ മകൾ ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം. ശരി മേഡം പറയുന്നത് പോലെ ചെയ്യാം. ശരി എന്ന് പറഞ്ഞ് മേഡം അവിടെ നിന്ന് പോയി. എന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയും ചന്ദ്രികയുമാണ്. 2 പേരും വണ്ടിയിൽ എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ സിദ്ധുവിനോട് ചന്ദ്രിക പറയാണ്, ആ മനീഷ് നല്ലവനാ, എന്നിട്ടും അയാളെ മേഘ എന്തിനാ ഇങ്ങനെ വെറുക്കുന്നത് എന്നറിയില്ലല്ലോ സാർ. മേഘയെ സംബന്ധിച്ച് അവൾക്ക് പണമാണ് വലുത് ചന്ദ്രികയെ. അവൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല. കണ്ടില്ലേ, 25 വർഷം പ്രസവിച്ച് നോറ്റ് വളർത്തിയ
അച്ഛനെയും അമ്മയെയും അവൾ നിഷ്പ്രയാസം ഉപേക്ഷിച്ചു. പിന്നെ എങ്ങനെയാ ഇങ്ങനെയുള്ളവൾ മനീഷിനൊപ്പം നിൽക്കുക? പക്ഷേ മനീഷിന് പ്രിയയെന്നും മേഘയെന്നും വെച്ചാൽ വളരെ ജീവനാണല്ലോ. ഇന്നലെ മേഘയ്ക്ക് പനിയാണെന്ന് അറിഞ്ഞ ഉടനെ അവളെ കാണാൻ വേണ്ടി ആ മനീഷ് ഓടി വന്നു. പക്ഷേ മേഘ അയാളെ വഴക്ക് പറഞ്ഞ് ഇറക്കിവിട്ടു. മേഘ അങ്ങനെയാണ് ചന്ദ്രികയെ, ഇനി അവളെ തിരുത്താനൊന്നും പറ്റില്ല. സാർ ഒന്ന് നിർത്തണം സാർ. എന്താ ചന്ദ്രികയെ? എന്താ നിർത്ത് സാർ. അത് എന്താ ചന്ദ്രികയെ? അത് അന്ന് മനീഷിൽ നിന്നും പണം മോഷ്ടിച്ച അയാൾ. അയാൾ അവിടെ ചായക്കടയിൽ നിൽക്കുന്നു. അതെ, സിദ്ധുവും വണ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുകയാണ് അയാൾ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സിദ്ധു അയാളെ കണ്ട് ഒരു നിമിഷം ഞെട്ടി. സിദ്ധുവിന് അയാളെ അറിയാമായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് സിദ്ധു മെല്ലെ അയാളുടെ അടുത്തേക്ക് പോവുകയായിരുന്നു. പക്ഷേ അയാൾ കയ്യിലിരുന്ന ചായക്കപ്പ് അവിടെ വെച്ചിട്ട് അവിടെ നിന്നും ഓടുകയായിരുന്നു. ഹലോ, ഒന്ന് നിന്നേ. എന്നിട്ട് സിദ്ധു പറയാണ്, ചന്ദ്രികയെ ആ ഫോണിൽ തന്നെ. ചന്ദ്രികയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് സിദ്ധു അന്ന് പണം മോഷ്ടിച്ചതിൻ്റെ വീഡിയോ അയാൾക്ക് ഫോണിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അയാൾ അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.